ഞാൻ മേലെന്നൊരു സൈക്കിളറിനെ പരിചയപ്പെട്ടു. ആ സൈക്കിൾ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട് യൂട്യൂബിലൊക്കെ. മഹാരാഷ്ട്ര എന്നുള്ളതാണ്, ഗണേഷ് എന്നാണ് പേര്. സൈക്കിൾ ചവിട്ടിയിട്ട് ഇവിടെ വരികയാണ്. എനിക്ക് മനസ്സിലാവണില്ല എങ്ങനെയാണ് സൈക്കിൾ ചവിട്ടിയിട്ട് ഇവിടെ എത്തുക. നടന്നിട്ട് ആൾക്കാരെ എത്തും. ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ ഓക്കെ, അത് വണ്ടി വിളിച്ചിങ്ങനെ കയറി കയറി പോവാണ്. ഇത്രയും ലോങ് സൈക്കിൾ ചവിട്ടിയിട്ട് എങ്ങനെയാണ് വരുന്നത് എന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇപ്പം ഞാൻ ഇവിടെ വരെ വന്ന് എത്ര കിലോമീറ്ററായി? 14,000 കിലോമീറ്ററിൻ്റെ മേലായി. അതിൽ നമ്മൾ പോണ ഓരോ ടെറൈന്, ഓരോ റോഡ്, ആ റോഡിൻ്റെ കണ്ടീഷൻ ഓക്കെ. ഇനിയിപ്പോൾ അവിടെ നിന്ന് സൈക്കിൾ ചവിട്ടുണ്ടാവില്ല, എന്നാലും നടന്നു പോകണ്ടേ, സൈക്കിൾ ഉന്തിങ്ങാണ്ട് പോകണ്ടേ, ഇങ്ങനെ വന്ന് ഇവിടെ എത്തുണ്ടല്ലോ. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. എനിക്ക് എത്ര ആലോചിച്ചിട്ടാണ് മനസ്സിലാവുന്നത്. ഞാൻ പറയുമ്പോൾ അവൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് എന്നിട്ട് എല്ലാം കണ്ട് തിരിച്ചുപോയി. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും വരികയാണ്. അതൊക്കെ സമ്മതിച്ച് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിച്ച് കൊടുക്കണം. അവനക്ക് വല്ല അവാർഡും കൊടുക്കണം. ഞാനൊക്കെ അല്ലെങ്കിൽ നമ്മളെന്നൊക്കെ വെച്ചാൽ ഒന്നെങ്കിൽ വണ്ടി ബൈക്കുമ്പോൾ ഇരുന്നിങ്ങനെ പോകണം. അപ്പോൾ അതിൻ്റെ റിസ്ക് വേറെ ഉണ്ടെങ്കിൽ കൂടി അതെന്ത് സംഭവമാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഓരോരുത്തർ അവരവരുടെ പാഷൻ, ഒരു എന്താ ആഗ്രഹം, അതിൻ്റെ പിന്നാലെ എത്ര റിസ്ക് എടുത്തിട്ടാണ് അവർ അതിൻ്റെ പിന്നാലെ പോകണത്. അവരുടെ ഡ്രീം ഒഴിവാക്കാതെ നമ്മളൊരു ഡ്രീം കാണും, അതെന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ നമ്മൾ ഒഴിവാക്കി എടുത്ത് വെച്ച് നമ്മൾ അടുത്ത പണി നോക്കും. പക്ഷെ അതല്ല, നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഡ്രീമിൻ്റെ പിന്നാലെ തന്നെ പോകണം. പിന്നെ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും, അതൊക്കെ ഓക്കെ. ചിലപ്പോൾ നടന്നില്ല എന്നൊരപ്പോൾ നമുക്ക് വിഷമമൊക്കെ ഉണ്ടാവും. എന്നാലും ശരി, നമ്മളെ ഡ്രീം ഉണ്ടല്ലോ, അത് നമ്മൾ വിട്ടെടുക്കാൻ പാടില്ല. അത് നമ്മളെല്ലാം മുറുക്കി പിടിച്ചിട്ട് അതിൻ്റെ പിന്നാലെ തന്നെ നിൽക്കണം. എന്നിട്ട് ഒരു കാലത്ത് അത് നമ്മളെ കൈക്ക് വരും. പക്ഷേ അപ്പം എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പോകാൻ വിചാരിച്ചതിനെക്കാട്ടി കളറായിട്ടാണ് വരല്. അങ്ങനെയാണ് വരല് സാധാരണ. കാരണം അപ്പം നമുക്ക് തോന്നും ഇപ്പം പോയത് നന്നായി, അപ്പം പോകാത്തതിനെക്കാട്ടും എളുപ്പമാണ് നന്നായെന്ന് തോന്നും. കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെയാണ്. കാരണം ഞാനിത് 2016 പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിരിക്കണേ ഈ ഒരു ലഡാക്കിക്ക് ബൈക്കിട്ട്. അതിന് വേണ്ടി ബൈക്ക് വാങ്ങി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൊറോണ വന്ന് ഞാനവിടെ ഗൾഫിൽ ലോക്കായി 3-4 കൊല്ലം. പിന്നെ 2021, 22, 23, 24 25 ഞാനിപ്പോൾ എനിക്കിങ്ങോട്ട് വരാൻ പറ്റിയത്. മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രവാസി ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീവ് കിട്ടില്ല. ഈ നാട്ടിൽ വന്നാൽ തന്നെ, പ്രവാസിക്ക് നാട്ടിൽ വന്നാൽ തന്നെ 100 കൂട്ടം പണി ഉണ്ടാവും. വിടുപണിയും മറ്റതും മറിച്ചതൊക്കെ ആയിട്ട് നമുക്കൊരു ഒഴിവ് കിട്ടില്ല. പിന്നെ അടുത്തൊരു സംസാരം വരുന്നത് അവന് ഇത്രയും കൊല്ലം അവിടെ പോയിരുന്നിട്ട് പിന്നെ 2-3 മാസത്തിന് ടൂർ പോകണം. അങ്ങനത്തെ ഒരു ചോദ്യം വരില്ല. ടൂർ പോകണമല്ലോ അവർക്ക് എന്താ പ്രാന്തുണ്ടാവും വയ്ക്കും. പക്ഷെ നമ്മളൊരു ഇത് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തോ ആവട്ടെ, ഏതോ ആവട്ടെ, ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ലഡാക്ക് ബേസ് ചെയ്ത് പറയുന്നു മാത്രം. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കാൻ പാടില്ല. ആരൊക്കെ എന്ത് ഡാർക്ക് നെഗറ്റീവ് അടിച്ചാലും ശരി, നമ്മളത് വിട്ടെടുക്കാൻ പാടില്ല. നമ്മളതിൻ്റെ പിന്നാലെ തന്നെ പോകണം. ഒരു കാലത്ത് അത് നമ്മളെ കൈക്ക് വരും. അത് ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലുതാവും, മറ്റുള്ളവർക്ക് അത് ചെറിയ ഡ്രീമാവും. പിന്നെ വണ്ടി പോയതുണ്ടോ, പിന്നെ നമ്മളെ ഡ്രീം ചിലപ്പോൾ മറ്റുള്ളവർക്ക് വലിയൊരു സംഭവമാണെന്നില്ല, മറ്റുള്ളവരുടെ ഡ്രീം ചിലപ്പോൾ നമുക്ക് വലിയ സംഭവമാണെന്നില്ല. ഞങ്ങൾക്ക് എന്താ, പക്ഷെ എന്തായാലും നമ്മളെ ഡ്രീമിനെ ഫോളോ ചെയ്യണം. അതാണ് നമ്മൾ വേണ്ടത്. ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല, ആരും പറഞ്ഞിട്ട് നമ്മൾ പിന്മാറാൻ പാടില്ല. ആരെങ്കിലും പറയുന്ന അതിൻ്റെ സേഫ്റ്റി പോയിൻ്റൊക്കെ നമ്മൾ കേൾക്കണം. പക്ഷെ ഡാർക്ക് അടിക്കുന്നവർക്ക് നമ്മളെ സംഗതി പറഞ്ഞ് പോകാനേ പാടില്ല. അവരോട് നമ്മളെ പ്ലാന് കാര്യങ്ങൾ പറയാനേ പാടില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മളെല്ലാം മാറി നടക്കുക.